മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 57. എന്താ എന്താടി? തൻ്റെ കാലിന് മുകളിൽ ഒരു ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് കണ്ണൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റത്. തൻ്റെ കാലുകൾക്ക് മുകളിൽ ചാഞ്ഞു കിടക്കുന്ന ചുമ്മുവിനെ കണ്ടപ്പോൾ അവൻ എന്തോ പന്തികേട് തോന്നിയിരുന്നു. വേദുട്ടി, എന്താടി? കണ്ണുകൾ അടച്ച് മറുപടിയൊന്നും തരാതെ കിടക്കുന്നവൾ അവനെ അപ്പോൾ വല്ലാതെ പേടിപ്പെടുത്തി. കണ്ണൻ ആ പെണ്ണിനെ തൻ്റെ കാലിൻ്റെ മുകളിൽ നിന്നും ഇത്തിരി മാറ്റിക്കിടത്തിയിട്ട് കട്ടിലിൽ നിന്നും വേഗത്തിൽ ചാടിയിറങ്ങി. എന്നിട്ട് മേശയുടെ മുകളിലിരിക്കുന്ന ബോട്ടിലിലെ വെള്ളം എടുത്തുകൊണ്ടുവന്ന് അവളുടെ മുഖത്തേക്ക് ധൃതിയിൽ തളിച്ചു. വേദു, ഡി എണീക്കടി. മുഖത്ത് വെള്ളം വീണതും നെറ്റി ചുളിച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മുന്നവളെ അവൻ ആദിയോടെ തട്ടി വിളിച്ചു. ചുമ്മു മെല്ലെ കണ്ണുകൾ തുറന്നു. ശേഷം പരിഭ്രമത്തോടെ തൻ്റെ മുഖത്തേക്ക് നോക്കുന്ന കണ്ണനെ ഒന്ന് പാളി നോക്കി. എന്താടി, എന്താ പറ്റിയേ? ഒരു വശം ചെരിഞ്ഞ് എഴുന്നേൽക്കാനായി ശ്രമിക്കുന്നവളെ ശ്രദ്ധയോടെ എഴുന്നേൽപ്പിച്ചിരുത്തിക്കൊണ്ട് മാധവ് ചോദിച്ചു. തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ ഒട്ടൊരു വല്ലായ്മയോടെ നെറ്റിയിൽ കൂടി വിരലുകൾ ഓടിച്ചു. വയ്യെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? നീ എന്തിനാ ഒറ്റയ്ക്ക് എഴുന്നേറ്റേ? കണ്ണൻ ദേഷ്യപ്പെട്ടു. അതും മറുപടിയായി ചുമ്മാ ഒന്നും മിണ്ടിയില്ല. പകരം അവൻ്റെ കയ്യിലിരുന്ന ബോട്ടിൽ വാങ്ങി തുറന്ന് കുറച്ച് വെള്ളം കുടിച്ചു. ഇപ്പോൾ എങ്ങനുണ്ട്? അവളുടെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങുന്നതിനിടയിൽ അവൻ ആരാഞ്ഞു. ഇപ്പോൾ ഓക്കെയാണ്. പറച്ചിലിനോടൊപ്പം തന്നെ സാവധാനം ബെഡിൽ നിന്നും ചുമ്മാ ഇറങ്ങി. വൈകി നമുക്കൊന്നുകൂടെ ഹോസ്പിറ്റലിൽ പോകാം. ബാത്റൂമിലേക്ക് നടക്കുന്നവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടവൻ തിരക്കി. വേണ്ട, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവനെ താങ്ങിക്കൊണ്ട് ചുമ്മാ നടന്നു. അതെങ്ങനെയാ? വല്ലതും കഴിച്ചാലല്ലേ ആരോഗ്യമുണ്ടാവും. ഒരു കുമ്മാച്ചൻ ടാബ്ലറ്റ് എടുക്കാനുണ്ട് അവൾക്ക്. അതിനനുസരിച്ച് ഭക്ഷണം വല്ലതും നീ കഴിക്കുന്നുണ്ടോ? മാധവ് അവളെ ശാസിച്ചുവെങ്കിലും ചുമ്മാ പണ്ടത്തെ പോലെ അവനോട് തർക്കിക്കാൻ പോയില്ല. മൗനമായിട്ട് നടന്നു. ഇനി ഞാൻ പൊയ്ക്കോളാം. ഡോർ കടന്നിട്ടും കയ്യിൽ നിന്നുള്ള പിടിവിടുന്നില്ലെന്ന് കണ്ടതും പെണ്ണ് അവനിൽ നിന്നും കൈ കുതിറിച്ചു. ഡോർ അടയ്ക്കണ്ട. മനസ്സില്ലാ മനസ്സോടെ ബാത്റൂമിൽ നിന്നും മുറിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഡോർ പുറത്തുനിന്നും ചാരിയിടാനും അവൻ മറന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞതും ചുമ്മാ ഫ്രഷപ്പായി പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും കണ്ണൻ അവർക്കായുള്ള ബ്രേക്ക്ഫാസ്റ്റും കോഫിയും മുറിയിലേക്ക് വരുത്തിച്ചിരുന്നു. നീ കഴിക്കാൻ നോക്ക്, എന്നിട്ട് ഈ കോഫിയും കുടിക്കുക. കഴിച്ചു കഴിഞ്ഞിട്ട് ഗുളികയുള്ളതാ. അവൾ സെറ്റിയിലേക്കിരുന്നതും ഭക്ഷണത്തിൻ്റെ ട്രേ എടുത്ത് പെണ്ണിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവച്ചവൻ. തല നേരെ നിൽക്കാത്തത് കൊണ്ടാണോ അതോ ശരീരത്തിൻ്റെ തളർച്ച മൂലമോ ചുമ്മാ അവന് നേരെ സമ്മതത്തോടുകൂടി തലയാട്ടി. ഒന്നും കഴിക്കാതെ ടാബ്ലറ്റ് എടുത്താലേ തല കറങ്ങും. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നതിന് മുന്നേ ഇത് മുഴുവൻ മര്യാദിച്ച് കഴിച്ചു തീർക്കാൻ നോക്കിക്കോ. ഇത്തിരി ഗൗരവത്തോടെ പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറി പോകുന്നതിനെ നോക്കി ഒരു നിമിഷം ചുമ്മാ അങ്ങനെ തന്നെ ഇരുന്നു. പിന്നീട് എന്തോ ഓർമ്മയിൽ മുൻപിലിരിക്കുന്ന ദോശയെടുത്ത് മെല്ലെ കഴിക്കാൻ തുടങ്ങി. മാധവ് കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവൾ പാത്രത്തിലുള്ള ഭക്ഷണം പകുതിയും മുക്കാലും കഴിച്ചു തീർത്തിരുന്നു. ഒരു ഷോട്ട് മാത്രം ഇട്ടുകൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നവനെ കണ്ടപ്പോൾ അവളിൽ ഇത്തിരി ചമ്മലുണ്ടായി. അതുകൊണ്ട് തന്നെ പെണ്ണ് പാത്രത്തിലേക്ക് മുഖം പൂഴ്ത്തി കളഞ്ഞു. കാരണം ഒരു പ്രായം കഴിഞ്ഞ് പിന്നെ കണ്ണേട്ടനെ താനിങ്ങനെ കണ്ടിട്ടില്ല എന്ന സത്യം അവൾ അപ്പോൾ മനസ്സിലോർത്തു. ഇത്രയും നേരമായിട്ട് ഇത് മുഴുവൻ കഴിക്കാൻ നിന്നെക്കൊണ്ട് പറ്റിയില്ലേ? ചെക്കൻ കണ്ണുരുട്ടി പറഞ്ഞിട്ടും അവളിൽ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്കിത് മുഴുവൻ കഴിക്കാൻ പറ്റുന്നില്ല. വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ട്. മടിയിലിരിക്കുന്ന പ്ലേറ്റ് മുന്നിൽ കിടക്കുന്ന ടീപ്പോയിലേക്ക് പെണ്ണ് തിരികെ വെച്ചു, മുഖം ചുളിച്ചുകൊണ്ട്. എങ്കിലാ കോഫിയെങ്കിലും എടുത്ത് കുടിക്കാൻ നോക്ക്. കയ്യിലിരിക്കുന്ന നനഞ്ഞ തോർത്ത് അവിടെ കിടന്ന ഒരു കസേരയിലേക്ക് വിരിച്ചിട്ടിട്ട് കണ്ണൻ ബെഡിലെടുത്ത് വെച്ചിരിക്കുന്ന ടീഷർട്ട് എടുത്തിട്ടു. ചുമ്മാ പതിയെ കോഫി കപ്പ് കയ്യിലെടുത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മാധവ് അവനായി വാങ്ങിയ പ്രാതൽ കഴിക്കുവാനായി കയ്യിലെടുത്തിരുന്നു. അനുവേട്ടനും കാർത്തും കഴിച്ചോ? അവരെന്തിയേ? അവരിരുവരും പോയ കാര്യം അറിയാതെ ചുമ്മാ ഒരു ഉത്തരത്തിനായി കണ്ണനെ നോക്കി. കാർത്തുവിൻ്റെ പേരിൽ എന്തോ ഒരു പൂജ ഉണ്ടെന്ന്. അവളെയും കൊണ്ട് അനി തിരിച്ചുപോയി. തീർത്തും അലസമായിട്ടായിരുന്നു കണ്ണൻ്റെ മറുപടി. അവർ
അവർ പോയോ? അത് പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവും പെണ്ണിൻ്റെ കണ്ണൊന്ന് മിഴിഞ്ഞത്. എന്തേ, നിനക്ക് അവരുടെ കൂടെ പോണായിരുന്നോ? ചെക്കൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. നമ്മളെപ്പോഴാ ഇനി ടെമ്പിളിൽ പോണേ? കണ്ണൻ്റെ ചോദ്യത്തിന് മറുചോദ്യമായിരുന്നു പെണ്ണ് തൊടുത്തത്. അതിന് നീ ഓക്കെ ആയോ? കഴിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ കണ്ണുകളപ്പോൾ ടി വിയിൽ സ്ക്രോൾ ചെയ്യുന്ന പോകുന്ന ഫ്ലാഷ് ന്യൂസിനു മേലായിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്, നമുക്ക് പോകാം, പെണ്ണ് നിർബന്ധിച്ചു. ക്ഷേത്രദർശനം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്നായിരുന്നു അവളുടെ ചിന്തയപ്പോൾ. ഒന്നാമതേ കാർത്തും അനിയേട്ടനും ഇല്ല. കണ്ണേട്ടൻ ലീവ് എടുത്ത് നിൽക്കുന്നതാണെന്നുള്ള കാര്യം മറ്റൊന്ന്. അത് മാത്രമല്ല, ആളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടിക്കരുതെന്നുള്ള നിർബന്ധവും അവൾക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പോയാലും നമ്മൾ നടയ്ക്ക് മുന്നിലെത്തുമ്പോഴേക്കും അമ്പലം അടയ്ക്കും. ഉച്ച കഴിഞ്ഞിട്ട് പതിയെ പോകാം, അതാവുമ്പോൾ വൈകിട്ട് തൊഴാൻ പറ്റും. കഴിപ്പ് നിർത്തിയിട്ട് അവൻ കൈ കഴുകുവാനായി എഴുന്നേറ്റു. അപ്പോൾ പിന്നെ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അവൾ നിസ്സഹായതയോടെ സെറ്റിയിലേക്ക് ചാരിയിരുന്നു. ഇന്നിനി പോകാൻ പറ്റുമെന്ന് തോന്നില്ല. നാളെ രാവിലെ ഇവിടുന്ന് തിരിക്കാം. നനഞ്ഞ കൈ തോർത്തിൽ തുടച്ചതിന് ശേഷം മാധവ് അവൾക്ക് കഴിക്കേണ്ട ഗുളികളെല്ലാം എടുത്ത് പെണ്ണിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. കൂടെ വാട്ടർ ബോട്ടിലിൻ്റെ കുപ്പിയും. കാലിയായ കോഫി മഗ് തിരികെ ടീപ്പോയിലേക്ക് വെച്ചിട്ട് ചുമ്മാ മുഖം ചുളിച്ചുകൊണ്ട് അത് ഓരോന്നും എടുത്ത് വായിലിട്ട് വെള്ളം കുടിച്ചു. പോയി കിടന്ന് കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോ. ഉച്ചയാകുമ്പോഴേക്കും ആ ക്ഷീണം അങ്ങ് മാറും. അവൻ നിർബന്ധിച്ചതും ചുമ്മാ മെല്ലെ കട്ടിലേക്ക് കയറി കിടന്നു, വേറൊന്നും ചെയ്യാനില്ലാതെ. ഉച്ചയാകുമ്പോൾ വിളിക്കണം. കണ്ണുകൾ അടച്ചുറക്കത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അവൾ മാധവിനോട് നിർദ്ദേശിച്ചു. സെറ്റിയിലിരുന്നു കൊണ്ട് അവളുടെ കുഞ്ഞുമുഖത്തെ പ്രണയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ണൻ. കുറേ നേരം അങ്ങനെ ഇരുന്നതും അവൻ സോഫയിലിരുന്ന് തന്നെ ഉറങ്ങിപ്പോയി. പിന്നീട് എപ്പോഴോ പങ്കുവിൻ്റെ കോൾ ഫോണിൽ വന്നപ്പോഴാണ് ചെക്കൻ കണ്ണുകൾ തുറന്ന് എഴുന്നേക്കുന്നത് തന്നെ. പറയടാ. കോൾ എടുത്ത് ചെവിയോരം ചേർത്ത് വെച്ചവൻ സെറ്റിയിലിരുന്ന് തന്നെ നടുവ് നോർത്തു. ചുമ്മാ കോൾ എടുക്കുന്നില്ല, എന്തു പറ്റി അവക്ക്? അവളോട് 2 ദിവസമായി സംസാരിക്കാതെ ഇരിക്കുന്നതിനുള്ള ആദി അവനിലുണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ. അവക്ക് പനി പിടിച്ചു കിടക്കുക. മാധവ ഉറങ്ങിക്കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് ഉത്തരം നൽകി. അയ്യോ, പനിയോ? എപ്പോ? ഇതെന്താ ഇത്ര പെട്ടെന്ന്? മറുവശത്ത് നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരന്തമില്ലെന്ന് തോന്നിയതും നടന്ന കാര്യങ്ങൾ ഓരോന്നും ഒളിച്ചു വെക്കാതെ തന്നെ പങ്കുവിനോടവൻ തുറന്നു പറഞ്ഞു. അവളെന്തിനാ പാതിരാത്രി സ്വിമ്മിംഗ് പൂളിൽ പോയി കുത്തിമറിഞ്ഞത്? എല്ലാം കേട്ട് കഴിഞ്ഞ പങ്കുവിൻ്റെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. എനിക്കറിയില്ല, നിന്റെ സോൾ ഉറങ്ങി എഴുന്നേ കഴിയുമ്പോൾ ഞാൻ വിളിപ്പിക്കാം, നീ തന്നെ വേണം നേരിട്ട് ചോദിച്ചോ. മാധവ് കൈയൊഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇനി നാളെ തിരിക്കുമല്ലേ? അവൻ നിരാശയോടെ തിരക്കി. അത്രയുള്ളൂ, കണ്ണൻ ഉറപ്പിച്ചതുപോലെ പറഞ്ഞു. കണ്ണേട്ടനിപ്പോൾ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തോ? പങ്കുവിന് അമ്പരപ്പായിരുന്നു. ചെയ്യാതെ പറ്റില്ലല്ലോ. ഞാനെന്നാ വെക്കുക, പിന്നെ വിളിക്കാം. ഇനി എന്താണ് കണ്ണനോട് സംസാരിക്കേണ്ടതെന്നറിയാതെ പങ്കു ഫോൺ വെച്ചു. പങ്കുവിനോടുള്ള സംസാരം അവസാനിപ്പിച്ചതിന് ശേഷം കണ്ണൻ വാച്ചിലേക്ക് നോക്കി. സമയം 12 കഴിച്ചിരുന്നു. ഉറക്കത്തിൻ്റെ ആലസ്യം ഇനിയും വിട്ടുമാറാത്തത് കൊണ്ടാവാം മാധവ് നേരെ ചെന്ന് കട്ടിലിലേക്ക് കമിഴ്ന്നു വീണത്. അടുത്ത് കിടന്നുറങ്ങുന്നവളെ കണ്ടപ്പോൾ അവൻ ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയി. ഒരു നിമിഷത്തെ ആവേശത്തിൽ പെണ്ണിനെ വലിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടയ്ക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അവനിൽ നിറഞ്ഞിരുന്നു. അതിൻ്റെ പ്രതിഫലനമായി കണ്ണൻ്റെ അധരങ്ങൾ പല പ്രാവശ്യം അവളുടെ വീർത്തുരുണ്ട കവിളിൽ പതിഞ്ഞു. ഐ ലവ് യു ഡി വേദൂട്ടി. മാധവിൻ്റെ ചുണ്ടുകൾക്കൊപ്പം മനസ്സ് ഉരുവിട്ടു. അതേസമയം ഉറക്കം മുറിഞ്ഞ് എഴുന്നേൽക്കുവാനുള്ള പങ്കപ്പാടിലായിരുന്നു നമ്മുടെ നായിക. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ. പറ്റുമെങ്കിൽ വൈകിട്ടൊരു പാട്ടും കൂടി തരാം, ഉറപ്പൊന്നും പറയാനില്ല. അല്ലെങ്കിൽ പതിവ് പോലെ തന്നെ നാളെ അടുത്ത പാട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയിട്ട് പോവുക. പിന്നെ ഇത് കേൾക്കുന്നവർ ആരെങ്കിലും ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ ബൈ ബൈ.